എന്താണെങ്കിലും ഒരു കാര്യം, അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെ ആവേശത്തോടെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും 13-ാം തീയതി ഈ കല്ലൂർക്കാടിനെ കാത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയുന്നത്. എന്നാൽ ഞാനത് പറയാൻ കാരണം നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ 40 കൊല്ലക്കാലമായി ഈ കല്ലൂർക്കാടിന്റെ പൊതുപ്രവർത്തന രംഗത്തുള്ളയാളാണ്. കല്ലൂർക്കാട് എന്ന് പറയുന്നത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ മുന്നണിയുടെ വലിയ ശേഷിയുള്ള സ്ഥലമാണ്. ഒരിക്കലും ഇപ്പോഴും ഞാനിത് വർത്തമാനം പറയുന്ന സമയത്തുമല്ല, എന്നിട്ട് ഞാൻ പറയുന്നു, വരുന്ന 13-ാം തീയതി ഈ കല്ലൂർക്കാട് പഞ്ചായത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും. എന്തുകൊണ്ട്? വലിയ ശക്തി വർദ്ധിച്ചു എന്നുള്ള അവകാശവാദം കൊണ്ടല്ല, UDF കേന്ദ്രമായ സ്ഥലത്ത് അവരിലുള്ള നാളുകളായി തുടരുന്ന അനൈക്യവും ശത്രുതയും തമ്മിലടിയും കുതികാൽ വെട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു എന്ന് ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വർത്തമാനങ്ങൾ ഉയർന്നു വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ ഭരണം എങ്ങനെയായിരുന്നു അത് നോക്കാൻ, അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചറിയാൻ പാടുപടിക്ക് പോയി പ്രശ്നമൊന്നും വെച്ച് നോക്കേണ്ട കാര്യമില്ല. ഇപ്പോഴാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ പോയാൽ കല്ലൂരിൽ ചെന്നാൽ മതി, പാഴുപടിക്ക് പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. 2.5 കൊല്ലം വീതം ഊഴം വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാരായി ഇരുന്ന ആളുകൾ എങ്ങനെയായിരിക്കാം അവർ പഞ്ചായത്തിന് 5 കൊല്ലക്കാലം കഴിഞ്ഞത്? ഇവയടക്കമുള്ളവരുടെ തടി കൊടുക്കൊണ്ടാണ് അവരിപ്പോ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പണ്ട് ചത്തുപോയി തമ്മിൽ തെളിക്കൊണ്ടേ അവരൊക്കെ ഇടയിൽ കയറി ഇടതുപക്ഷ ജനാധിപത്യം അതിന്റെ അംഗങ്ങൾ ഇടയിൽ കയറി നിന്ന് തടസ്സം പിടിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് നാണക്കേടാണ്! നാണക്കേടിനേക്കാൾ ഉപരിയായി എന്ത് മര്യാദകേടാണ്! ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ അക്കൗണ്ടബിളാണ് എന്നുള്ള ലെവലേശമുള്ള ചിന്ത പോലുമില്ലാതെ ഇത്തരത്തിൽ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നവർ ഈ നാട്ടിലെ ഈ പഞ്ചായത്തിന്റെ അധികാര ശ്രേണിയിലേക്ക് എത്തേണ്ടവരാണോ പരിശോധിക്കുന്നത്? കേരളത്തിന്റെ സാഹചര്യത്തെ സംബന്ധിച്ച്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭക്തരെ സംബന്ധിച്ച്, ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച് എല്ലാം ഇവിടെ മുൻ MLA സൂചിപ്പിച്ചു തുടങ്ങി. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും. ഞാൻ ഈ കല്ലൂർക്കാടിന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. എത്ര അരോചകമായ നിലയിലാണ് UDF ഭരണ സംവിധാനം ഉണ്ടായിരുന്ന ഈ പഞ്ചായത്തിന്റെ ഭരണ സംവിധാനത്തെ കൊണ്ടുപോയത്. തമ്മിൽ മിണ്ടാതെ 2.5 കൊല്ലക്കാലം ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ തുടർന്ന് 2.5 കൊല്ലം പ്രസിഡന്റായിരുന്നയാൾ ആ പഞ്ചായത്തിൽ കയറി കമ്മിറ്റിക്ക് വരും, ഒപ്പിടും, ആരോടും മിണ്ടൂല, വിട്ടു. ഇപ്പോഴത്തെ ആളോ തുടർന്ന് 2.5 കൊല്ലമായയാളോ അയാളും അതേ മാർഗം.
ഏതാണ് മെച്ചം എന്നൊന്നും പറയാൻ കഴിയാത്ത വണ്ണം അവരുടെ പ്രവർത്തനങ്ങൾ അത്തരത്തോളം സഹിക്കാൻ കഴിയാത്ത വണ്ണം ഈ കല്ലൂർക്കാട്. അതിന്റെ ഭാഗമായി എന്ത് സംഭവിച്ചു? 5 കൊല്ലക്കാലമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഏതെങ്കിലും തരത്തിലുള്ള തനതായ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക്, ഈ പ്രസിഡന്റുമാർക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും കസേര കളിച്ചവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല എന്ന് പകൽ പോലെ വെച്ചതല്ലേ. ഏതെങ്കിലും കാര്യത്തെ സംബന്ധിച്ച് അവർ ഏകാഭിപ്രായത്തിൽ എത്തിയിട്ടുണ്ടോ? ഈ നാടിനോടുള്ള ഉത്തരവാദിത്വം അവർ ഏത് നിലയ്ക്ക് ഭരണമുന്നണി എന്ന നിലയിൽ ഏത് നിലയ്ക്ക് പ്രവർത്തിച്ചാലും ഈ നാടിനോടുള്ള ഉത്തരവാദിത്വം പ്രതിജ്ഞാബദ്ധത നിറവേറ്റിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 5 അംഗങ്ങൾ ആ പഞ്ചായത്തിനുള്ളിൽ സർവാത്മന പിന്തുണ കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ള കാര്യങ്ങൾ നടന്നത് തന്നെ. അറിയാലോ, ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അത് നവീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇവിടെ സംസാരിച്ച MLA ഫണ്ട് അനുവദിച്ചു. 3-4 ശിലാഫലകം അവിടെ ഇട്ടു. എത്രയെണ്ണം വെച്ചു പറയാം. അവനവന്റെ പേര് ആ കല്ലിൽ കാണും. ഒരു കാര്യം ഞാൻ പറയാം, ആ കല്ലയിലുള്ള പേരല്ലാട്ടോ ശാശ്വതമായിട്ടുള്ളത്. ശാശ്വതമായിട്ട് കുറെ അധികം കാലം കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അത്തരത്തിലുള്ള കല്ലയിലില്ല. അടുത്ത ഭരണസമിതി അല്ലെങ്കിൽ അതിന്റെ അടുത്ത ഭരണസമിതി വേറെ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമെടുത്താൽ ആ കല്ലൊക്കെ അവിടുന്ന് പോകും. സ്ഥിരമായി കുറച്ച് കല്ല് ഇവിടെ കിടപ്പുണ്ട് ഇതിന്റെ മുകളിൽ. അത് ഈ ചിന്തയില്ല. അതേ വിചാരിക്കുന്നത് അങ്ങനെ കാര്യമായി മാറാൻ വഴിയില്ല. അതുമാത്രം ശാശ്വതമായിട്ടുള്ളൂ എനിക്ക് തോന്നണേ. അപ്പോ ഇത്തരം അല്പന്മാർ പഞ്ചായത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് വരണമോ? ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യമായ അജണ്ട. ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പ്രഖ്യാപിച്ചത്, ഈ ഇരിക്കുന്നവർ, നമ്മളോടൊപ്പം ഇരിക്കുന്ന ഈ 14 പേർ ഈ കല്ലൂർക്കാടിന്റെ ഭരണസാരഥ്യത്തിലേക്ക് വരാൻ പോകുന്നു, ജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ജനാധിപത്യത്തിന്റെ ഉത്സവകാലമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നത്. ജനാധിപത്യത്തിന്റെ ഉത്സവം, ആ ഉത്സവം നടക്കുന്ന സമയമാണിപ്പോൾ. നമ്മൾ നോക്കിക്കോ, എല്ലാം നല്ല ആഘോഷത്തിന്റെ, ആരവത്തിന്റെ, സംഘർഷത്തിന്റെ, സന്ത്രാസത്തിന്റെ, സന്തോഷത്തിന്റെ എന്ന് വേണ്ട എല്ലാം അടങ്ങിയിട്ടുള്ള വലിയ ഒരാഘോഷം. അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്, ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. നമ്മൾ നോക്കിക്കോ, ചുറ്റുപാടും കടന്നു പോകുമ്പോൾ എത്രയേറെ സുന്ദരന്മാരും സുന്ദരികളും റോഡിന്റെ സൈഡിൽ നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അവരിങ്ങനെ നമ്മളെ നോക്കി, അത് ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമുള്ള ചിരിയാണ്. ആ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ചിലർ പരിശ്രമിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അത്തരത്തിലുള്ള സൗന്ദര്യം നിലനിൽക്കുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ ആഘോഷമായി നമ്മുടെ നാട്ടിൽ തുടികൊട്ടി ഉയരുമ്പോൾ നാം ചിന്തിക്കേണ്ടത് എന്താണ്? ഈ നാടിനെ ആര് നയിക്കുമെന്നാണ്. ഈ കല്ലൂർക്കാട് പഞ്ചായത്തിലെ മുൻ അനുഭവമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 2.5 കൊല്ലക്കാലം ഈ കല്ലൂർക്കാട് പഞ്ചായത്ത് അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. ആ കഴിഞ്ഞ ഘട്ടത്തിലോ ഈ കല്ലൂർക്കാട് പഞ്ചായത്തിനെ എറണാകുളം ജില്ലയിലെ മികച്ച 3ാമത്തെ പഞ്ചായത്താക്കി മാറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. ഇപ്പൊ എത്രയാ നിൽക്കണമെന്നറിയോ? 77. ആകെ പഞ്ചായത്ത് എത്രയാണെന്നറിയോ? 82. ഒരാൾക്ക് അതും എത്രയേറെ രൂപ
നമ്മുടെ എല്ലാം തലയെണ്ണി ഈ പഞ്ചായത്തിന് ലഭിക്കുന്ന പണം അത് വിനിയോഗിക്കാത്തതിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടു പോയാൽ ഈ പൊട്ടന്മാർ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു തുക മാത്രം നഷ്ടപ്പെടുള്ളൂ എന്നാണ്. അതല്ല, തുടർന്ന് ലഭിക്കുന്ന നൽകേണ്ടുന്ന പണത്തിലും കുറവ് സംഭവിക്കുകയാണ്. അങ്ങനെ പദ്ധതി വിഹിതത്തിലടക്കം കുറവ് സംഭവിച്ച പാതകം കൂടി ചെയ്തിട്ടാണ് ഇവർ അധികാരത്തിൽ കഴിയുന്നത്. മറുപടി നോക്കുന്നത് എത്രയേറെ ഡാമേജാണ്. ഈ കല്ലൂർക്കാട് പഞ്ചായത്തിന്റെ തനത് വരുമാനം എന്ന് പറയുന്നത് കാര്യമായൊന്നുമില്ല. തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ക്രിയാത്മകമായ ഒരു പരിപാടിയും ആവിഷ്കരിച്ച് നടത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവർ ഈ പറയുന്ന തരത്തിൽ കൂട്ടത്തിലുള്ള ആളുകളുമായിട്ടുള്ള ആ ഏറ്റുമുട്ടലിലാണ്. അതിലാര് ജയിക്കും ആര് തോക്കും എന്ന വിചാരം കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കല്ലൂർക്കാട് പഞ്ചായത്തിലെ 4-ാം വാർഡിൽ 2 പഞ്ചായത്ത് പ്രസിഡന്റുമാർ 5 കൊല്ലം ഭരിച്ചവർ, ഈ കല്ലൂർക്കാടിനെ നമ്മളെ നയിച്ചവർ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്ന് പറഞ്ഞത്. ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ 2.5 കൊല്ലം ഭരിച്ച പ്രസിഡന്റ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ 2.5 കൊല്ലം UDF നേതൃത്വം കൊടുത്ത ജോസഫ് എന്താണ് പറയണം. മഴയെല്ലാം ഒഴുകിപ്പോയി താമസം എന്താ കാരണം? ആത്മാഭിമാനമുള്ളവർക്ക് നിലനിൽക്കാൻ കഴിയാത്ത വണ്ണം തൊഴുത്തിൽ കുത്ത് അങ്ങേറ്റമായി നിൽക്കുകയാണ് അവിടെ. ആ തൊഴുത്തിൽ കുത്തിനെതിരായിട്ടുള്ള പ്രതികരണമായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ആഘോഷത്തെ എല്ലാം കണക്കാക്കിക്കൊണ്ട് ആ ഒരു ജനാധിപത്യത്തിന്റെ മാസ്മരിക ശക്തിയെ, അതിന്റെ ശക്തി ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറെടുക്കണം. വളരെ ചുരുങ്ങിയ ദിവസവും ഇത് ചർച്ചയ്ക്ക് വിധേയമാകും. പറയട്ടെ, എന്തെങ്കിലും ഈ കല്ലൂർക്കാട് പഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഒരു തർക്കവും വേണ്ട. ഞാൻ പറഞ്ഞു, പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കണം, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് നടത്തുന്നതിന്റെ മേൽനോട്ടം, മറ്റു കാര്യങ്ങൾ, അതിന്റെ ഉദ്ഘാടനം അടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് പോയത് പ്രതിപക്ഷ നേതാവാണ്, പഞ്ചായത്ത് പ്രസിഡന്റല്ല. സാധാരണ പ്രതിപക്ഷത്തിന് എന്താ പണി? നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഒപ്പോസ് ചെയ്യലാണ്. പക്ഷെ കല്ലൂർക്കാട് പഞ്ചായത്തിൽ അങ്ങനെയല്ല ചെയ്തത്. എന്താ കാരണം? അവിടെ അങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുക. ഇത് പിടിച്ചു മാറ്റിയിട്ട് ഈ പണിയൊന്നും ചെയ്ത് കൊണ്ടുപോകണ പണിയാണ് നമ്മൾ ചെയ്തതായിട്ട് നേതൃത്വം കൊണ്ടുപോകും. അതിനാണ് ജിവിയും അലിയാരെന്ന് പറഞ്ഞാൽ അനിൽ കെ മോഹൻ അടക്കമുള്ളവർ തയ്യാറായി. ഈ ആളുകൾ അത്തരത്തിലുള്ള പ്രവർത്തനത്തിനാണ് ആ പഞ്ചായത്തിൽ ഇടപെടൽ നടത്തിയത്. ഒരു ഹോമിയോ ആശുപത്രി നാഗപ്പുഴയിൽ അതിമനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യത്തിൽ ഇടപെട്ടതാരാണ്? അതിനുവേണ്ടി സമയം ചെലവഴിക്കാനോ അതിന്റെ കാര്യങ്ങൾ നോക്കാനോ ഇടപെട്ടവരാരാണ്? അതിന് ഫണ്ട് അനുവദിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ആ നിർമ്മാണം പൂർത്തിയായി എത്ര കാലം കിടന്ന് വീണ്ടും അവ ഈ ഭരണസമിതിയെ നേതൃത്വം കൊടുത്തില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുത്ത് അതിനകത്തുള്ള പഞ്ചായത്ത് മെമ്പർമാർ നേതൃത്വം കൊടുത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അലിയാവിൽ വിളിക്കുന്ന അനിൽ കെ മോഹനടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് അതിന്റെ ഉദ്ഘാടനം അങ്ങേറ്റം മനോഹരമായി കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കൊണ്ടുവന്ന് ചെയ്യിച്ചത്. പഞ്ചായത്തിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ വന്നത്. അന്നേരമാണ് ഏറ്റവും ലാഭം. അതറിയുക കലൂരിലുള്ള ആയുർവേദ ആശുപത്രി അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. വകുപ്പ് മന്ത്രിയെ വന്ന് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത് അതിപ്പോ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ, ഞാൻ ഈ പറഞ്ഞ ആളുകളടക്കം നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധികളാണ്. നല്ല മഴയാണ്.
അപ്പോ മഴയൊന്നും നമുക്കൊരു പ്രശ്നമല്ല. അതെ, ഞാൻ പറഞ്ഞു വന്നത് കല്ലൂരിലുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, ആ ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം നടന്നിട്ടിപ്പോൾ 2-3 മാസങ്ങളായി കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവിന് പണി ചെയ്യുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ നാടകത്തിനുള്ള ഉപകരണമായി അതിനെ എടുത്തുപയോഗിച്ചപ്പോൾ അത് പാടില്ല എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ആയുർവേദ ആശുപത്രിയുടെ കാണല്ല, ആയുർവേദ ആശുപത്രി നിർമ്മിക്കാൻ MP ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. 15 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലതാണ്. ആകെ എന്ത് കൊടുക്കുന്ന പൈസയാണ് എത്രയെങ്കിലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തോട് കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് വിരോധമില്ല. ഈ സ്ഥലം എന്നല്ലേ പൈസ ഒന്നും കൊടുത്തില്ലെങ്കിലും ഫണ്ടൊന്നും ചെലവഴിച്ചില്ലെങ്കിലും അദ്ദേഹം ഇവിടുത്തെ MLA ആണ്. അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. ഒരു കുഴപ്പമില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവ് തന്നെ വരണം. അതെന്താ കാരണം? അതിനാണ് ഈ പരസ്പരമുള്ള രാഷ്ട്രീയ വൈരം എന്ന് പറയുന്നത്. അവർക്കിടയിലുള്ള അടിയൻ അത് തീർക്കാനുള്ള ഉപകരണമായ ഉപയോഗിക്കുന്നത്. അതിന് ഞങ്ങളില്ല. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 3 മാസമായി. ആയുർവേദാശുപത്രി അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? പ്രവർത്തിക്കുന്നില്ല. എന്താ കാരണം? ആ പണി ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപം ശരിയാണെന്നാണ്, കഴിഞ്ഞിട്ടില്ല എന്നാണ്. അത്തരത്തിൽ വിടുതാര്യസ്ഥതയുടെ അങ്ങേയറ്റമായി നിൽക്കുന്ന ആളുകളാണ് ഈ 5 കൊല്ലക്കാലം ഈ കല്ലൂർക്കാട് പഞ്ചായത്തിനെ പിന്നോട്ടടിപ്പിച്ച ഭരണമായി ഭരിച്ചിരുന്നത്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധമായി ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഇത്തവണ ഈ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളായി 1 മുതൽ 14 വരെ വാർഡുകളിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അങ്ങനെ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇതിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മത്സരിപ്പിക്കുന്നവർ ഈ 14 പേർ ഇടതുപക്ഷക്കാരാണെന്ന് വിചാരിക്കുകയേ വേണ്ട. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നല്ല വ്യക്തതയോടുകൂടിയാണ് പറഞ്ഞത്. ജോസ് അഗസ്റ്റിൻ 2.5 കൊല്ലക്കാലം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ UDFന്റെ പ്രസിഡന്റായിരുന്നയാളാണ്. അങ്ങനെ പ്രവർത്തിച്ചയാളാണ്. ആ ആളെ ഉൾക്കൊള്ളാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത് അയാൾ ഈ സമൂഹത്തിനുള്ളിൽ നിരവധി വർഷക്കാലമായി പൊതുപ്രവർത്തനത്തിൽ ഇടപെട്ട് സാമൂഹിക പ്രവർത്തനത്തിന്റെ അനുഭവമുള്ളയാളാണ് എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. എന്നിട്ടും ഞങ്ങൾ അംഗീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 1 മുതലുള്ള സ്ഥാനാർത്ഥികളെടുത്തു. 1-ാം വാർഡിൽ MK സിനു വർഷങ്ങളായി ആ പ്രദേശത്ത്, ഈ കല്ലൂർക്കാട് പഞ്ചായത്തിന്റെ പ്രദേശത്ത് പൊതുപ്രവർത്തന രംഗത്ത് സാധ്യമായ നിലയിൽ ഒരു സാധാരണ തൊഴിലാളിയാണ്, ഒരു സാധാരണ സംരംഭകനാണ്. അദ്ദേഹം ഇടപെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കഴിയാവുന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മാർക്സിസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ചുമ്മാർക്ക് അങ്ങനെയാവുന്നില്ല. അത്തരത്തിൽ പ്രവർത്തിക്കുന്നയാള് ആ സമൂഹത്തിനുള്ളിൽ ഇടപെടാൻ, ആ വാർഡിനുള്ളിൽ ഇടപെടാൻ കൃത്യമായി കാഴ്ചപ്പാടുള്ളയാളാണ്. ആ നാട്ടിലെ ജനങ്ങളെ അറിയുന്നതാണ്. ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ അറിയുന്നയാളാണ്. ഓരോ മനുഷ്യന്റെയും വിഷമങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ളയാളാണ്. അങ്ങനെയുള്ള ബോധ്യമുള്ള ശീലുവിനെയാണ് 1-ാം വാർഡിൽ മത്സരിപ്പിക്കുന്നത്. ജയിക്കാൻ ഏറ്റവും അർഹതയുള്ള സ്ഥാനാർത്ഥി ശിരുവാണ്. 2-ാം വാർഡിലോ 2-ാം വാർഡിലേക്ക് വരുമ്പോൾ ഈ കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിനെ ഒരു ഘട്ടത്തിൽ നയിക്കുകയാണ്. രാഷ്ട്രീയമായി ഇടതുപക്ഷമാണോ? ഞങ്ങൾ അങ്ങനെ പരിശോധിച്ചിട്ടില്ല. ഇടതുപക്ഷമായി നിൽക്കണം ഞങ്ങളത് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും
ആ പ്രദേശത്ത് ആ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരിക്കൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. തെരഞ്ഞെടുക്കപ്പെട്ട് ആ വാർഡിനുള്ളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളാണ്. അനുഭവ സമ്പത്തുള്ളയാളാണ്. ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ആശാജിബി 2ാം വാർഡിലെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഒന്നാം തരമായി ജയിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആ പ്രദേശത്ത് ജീവിക്കുന്നയാളാണ്. ആ പ്രദേശത്തിന് പ്രശ്നങ്ങൾ അറിയുന്നയാളാണ്. കൃത്യമായി ഇടപെടാൻ കഴിയുന്നയാളാണ്. ഇച്ചിരി പിടിവാശിയൊക്കെ ഉണ്ട്. ഒന്നും സത്യം ഒന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് നമ്മുടേതായ പിടിവാശി ജീവിക്കുന്ന അങ്ങനെ ജീവിക്കുന്നു. ചില കാര്യങ്ങളിൽ ഉള്ളിൽ സത്യസന്ധത ഉള്ളപ്പോൾ ചില കാര്യങ്ങൾ വ്യക്തിത്വമെന്ന് പ്രകടിപ്പിക്കും. ആ പ്രകടിപ്പിക്കുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളുടെ രീതി എന്താ, എന്തുണ്ടെങ്കിലും നാന് എന്ന് പറഞ്ഞു ഒന്ന് കണ്ടിട്ടില്ലേ? കാപട്യമുള്ള ആളുകൾ ആരുടെ മുമ്പിലും ചെന്ന് താലയിൽ വീഴും. കവികളും ചെയ്യുന്ന ഉദാഹരണമാണ്. വേറെ വിചാരിക്കുക ചായ കണ്ട പോസ്റ്റ്മാർട്ടിലേക്കുള്ള കിടക്കുന്ന കാറാണെങ്കിൽ ശരി ഒന്ന് പിടിച്ചിട്ടേ പോകും. അങ്ങനെയാണ് പോസ്റ്റ്മാർട്ടിന്റെ കൂടെ 2 കാര്യം പുറത്തേക്ക് കണ്ടുകഴിഞ്ഞാൽ അപ്പം ചെയ്യും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോ സങ്കടമായിട്ടില്ല. അച്ഛൻ മരിച്ച പെമ്മക്കള് അപ്പുറത്തിൽ നിന്ന് കുറ്റസ്ഥാനം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ സ്ഥാനാർത്ഥി പോയെന്ന് കരയണം. ഭയങ്കര കണ്ണീര്. ആ തന്നെ മക്കള് തിരിച്ചുകൊണ്ടിരിക്കും. തിരിച്ചല്ലെങ്കിലും അവര് കഴിയുന്നു. മാറ്റങ്ങളുടെ ഇങ്ങനെ ഡോക്ടറേറ്റ് ലഭിച്ചിട്ട് നിൽക്കാൻ ചില ആൾക്കാർ. ആ ഡോക്ടറേറ്റ് ഇല്ലാത്ത ആളാ ജിദ്ദീനാണ്, ആശാ ജിദ്ദീനെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ നാട്യങ്ങളില്ലാതെ തന്റെ ഉള്ളിൽ തോന്നുന്ന കാര്യം പ്രകടിപ്പിച്ചു പോകുന്നതാണ്. അക്കാര്യത്തിൽ വ്യത്യസ്തമായിരിക്കുന്നെങ്കിലും ആ നിലപാടിനെ യോജിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിന് അതീതമായി പിന്തുണ നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത്. 3ാം വാർഡിൽ നിലവിൽ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അവർക്ക് വ്യക്തിപരമായി വന്നുപെട്ട അവരുടെ കുടുംബത്തിൽ വന്നുപെട്ട ഒരു ദുര്യോഗം. ആ ദുര്യോഗത്തിന്റെ ഭാഗമായി അവർ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിച്ചു. കുറ്റം പറയാൻ പറ്റില്ല. അത് നമുക്ക് അതിന്റെ ഭാഗമായി ഒരു കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഏത് മനുഷ്യനും തന്റെ ജീവിതത്തിൽ തകർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അവരെ ആ നേരത്ത് അതിൽ നിർബന്ധിച്ച് ആ തകർന്നു നിൽക്കുന്ന ആളുകളെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതിനേക്കാൾ ഉപരിയായി അവരെ താങ്ങി നിർത്തുക, അവർക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണം ഒരുക്കുക, ആ കുടുംബത്തെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ള ചുമതലയാണ്. അങ്ങനെ വന്നപ്പോഴാണ് അവിടെ മറ്റൊരാളെ സംബന്ധിച്ച് ആലോചിച്ചത്. എന്നാൽ നിലവിലുള്ള മെമ്പറെ മത്സരിപ്പിക്കാത്തത് ഇവർക്കുള്ള കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു തർക്കവും അവിടെയില്ല. അപ്പൊ നമ്മൾ ഒരു പാവപ്പെട്ട പെൺകുട്ടി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഈ കല്ലൂർക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ബിൻസി ബെന്നി. പൊതുപ്രവർത്തന രംഗത്ത് ഇടപെട്ടു വരുന്നയാളാണ്. കഴിഞ്ഞ 4-5 കൊല്ലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ മഹിളാ അസോസിയേഷനിലും മറ്റു സാമൂഹ്യ പ്രവർത്തന രംഗത്തും എല്ലാം ഇടപെടുന്നയാളാണ്. ചെറുപ്പക്കാരിയാണ്. ഊർജ്ജസ്വലമായി ഇടപെടാൻ ശേഷിയുള്ളയാളാണ്. ആ പ്രദേശത്തിന്റെ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായ ധാരണയുള്ളയാളാണ്. ആ വാർഡിലെ ഏറ്റവും ദുർബലരായ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ജീവിക്കുന്നയാളാണ്. പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നയാളാണ്. അതിന് പരിഹാരമുണ്ടാക്കാൻ ഇടപെടാൻ കഴിയുന്നയാളാണ് ബിൻസി ബെന്നി. അതുകൊണ്ടാണ് 3ാം വാർഡിൽ ബിൻസി ബെന്നിയെ സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്നത്. 4ാം വാർഡിലാണ് ഞാനിപ്പോ പറഞ്ഞ 2 മഹാനഗന്മാർ പരസ്പരം ഏറ്റുമുട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോ ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഇടതുപക്ഷക്കാര്
കുന്നുകളിൽ നിന്ന് ചോര കുത്തിപ്പിടിക്കാൻ വേണ്ടി നിൽക്കുന്നവരെ മനുഷ്യ തോന്നിയ അല്ല. എന്താ തോമസ് മാത്യു പിച്ചാപ്പള്ളിയെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാകുന്നുണ്ടോ എന്ന് അങ്ങോട്ട് ചെന്ന് ചോദിച്ചതിന്റെ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹം ഒരു മാതൃക കാണിക്കുകയാണ്. ഇതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് 2 തെരഞ്ഞെടുപ്പ് മുമ്പുള്ളത് അദ്ദേഹം ആ വാർഡിൽ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പ്രദേശത്തെ ഉറച്ച കോൺഗ്രസ് പ്രവർത്തകരാണ്. വാർഡ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതാവായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തെ ആ വാർഡിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ നിശ്ചയിച്ച് കലൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ഫ്ലക്സ് അടിച്ച് നിരത്തി വീട് കയറിയാണ്. അപ്പോഴാണ് മുകളിൽ നിന്ന് വേറൊരാളെ കിട്ടിയത്. നമ്മൾ കണ്ടോ? ഏതെങ്കിലും പ്രതിഷേധം നമ്മൾ കണ്ടോ? ഈ തോമസ് മാത്യു പിച്ചാപ്പള്ളി എന്തെങ്കിലും പ്രതിഷേധം എടുത്തില്ല എന്ന് മാത്രമല്ല, മാതൃകാപരമായി തന്റെ ഫ്ലക്സ് വെച്ച അതേ ഫ്രെയിമിനുള്ളിൽ അവിടെ മത്സരിച്ച യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് അടിച്ചു വെച്ച് മാതൃക കാണിച്ച് പിന്മാറി ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചയാളാണ് രാഷ്ട്രീയ വിദ്യാർത്ഥി. അയാൾ ഇറങ്ങിത്തിരിക്കുകയായി. അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടും യാതൊരു മുൻകുറിപ്പും പ്രകടിപ്പിക്കാതെ നിന്ന ആ ആളോടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ സമീപിച്ച് സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ മത്സരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചത് നല്ല കോൺഗ്രസുകാരാണ്. ഞങ്ങൾക്കൊരാശയക്കുഴപ്പമുണ്ടായില്ല, ഞങ്ങൾക്കൊരവ്യക്തതയുണ്ടായില്ല. ചെന്നു സ്ഥാനാർത്ഥിയാകാമോ എന്ന് ചോദിച്ചു. ആദ്യം ചില അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ പറഞ്ഞു. അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. 5 കൊല്ലക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ നടപ്പാക്കാൻ ഉണ്ടാകുമോ? രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം വരുത്തുന്നതാ പറഞ്ഞു. ഇങ്ങനെ പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നത് ഈ ആശയം മനസ്സിലുള്ളതുകൊണ്ടാണ്. സമൂഹം ആ നേരിനെ അംഗീകരിച്ചുകൊണ്ടാണ്, ആ നന്മയെ കണ്ടുകൊണ്ടാണ്. അങ്ങനെയാണ് തോമസ് മാത്യുവിനെ 4-ാം വാർഡിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. നിങ്ങൾ വിചാരിക്കണം, ഈ അധികാരത്തിന് വേണ്ടി പോരടിക്കുന്നവരാണോ ജയിക്കേണ്ടത്? ഇത്ര മാതൃക കാണിച്ച തോമസ് പിച്ചാപ്പള്ളിയാണോ ജയിക്കേണ്ടത്? അങ്ങനെയാണ് 4-ാം വാർഡിൽ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നത്. 5-ാം വാർഡിൽ ആ വാർഡിലെ മുമ്പ് പ്രതിനിധീകരിച്ചയാളാണ്. മികച്ച നിലയിലാണ്, ചെറിയ രീതിയിലുള്ള മികച്ച നിലയിലാണ്. മികച്ച നിലയിൽ എന്ന് പറഞ്ഞാൽ ആ വാർഡിൽ രാജ്യസഭാ എംപിയുടെ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാജ്യസഭാ എംപി ആയിരുന്ന കെ ചന്ദ്രൻപിള്ളയുടെ അടക്കം ഫണ്ട് ആ വാർഡിലേക്ക് കൊണ്ടുവന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, ധാരാളം പ്രദേശങ്ങളിൽ ഇടപെട്ട അനുഭവ സമ്പത്തുള്ള എൽസമ്മയെയാണ് ആ വാർഡിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി കണ്ടത്. വിജയിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്ര ഉറപ്പോടു കൂടിയാണ് 5-ാം വാർഡ് നിൽക്കുന്നത്. ഞങ്ങളിങ്ങനെ ഉറപ്പിച്ച് പറയേണ്ട വലിയ സാഹചര്യമൊക്കെ. പക്ഷേ ജനങ്ങൾക്ക് മുമ്പിൽ കരളുറപ്പോടെ അങ്ങേയറ്റം സത്യസന്ധതയോടെ ആ വാർഡിനെ സമീപിക്കുകയാണ്. അത് തന്നെയാണ് യോഗ്യത. ആ വാർഡിൽ മുഴുവൻ പേരെയും പോയി. അപ്പോഴാണ് എൽസമ്മയും വരില്ല എന്നുള്ള വിചാരം കൊണ്ടാണ് ചില സ്ഥാനാർത്ഥിയായി വന്നത്. ഇപ്പോൾ ഓർത്തത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയില്ല. 5-ാം വാർഡ് കഴിഞ്ഞാൽ 6-ാം വാർഡിൽ മിടുക്കിയായ പെൺകുട്ടിയാണ് അനു ബേബി. നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടി. വിവിധ മേഖലകളിൽ ഇടപെട്ട് അധ്യാപന രംഗത്ത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നയാൾ.
വിവിധ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ, വിവിധ സംഘടനകളിൽ നേതൃപരമായ പങ്ക് വഹിച്ച് ആ ഇടവകയിലും അല്ലാതെയും ഒക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്നയാൾ, നേതൃശേഷിയുള്ളയാൾ, ലൈബ്രറി പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക, അങ്ങനെയുള്ളയാളെയാണ് 6-ാം വാർഡിൽ അനുബേബി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ, മിടുക്കിയായ ചുറുചുറുക്കുള്ള പെൺകുട്ടിയെ ആ വാർഡിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ഞങ്ങൾ നിശ്ചയിച്ചത്. ഉറപ്പായി ജയിച്ചു വരുന്ന നിലയിലേക്കാണ് പോകുന്നത്. 7-ാം വാർഡ് ഡോറിയ മരിയറ്റ് ജോർജ്. എന്താണറിയാം, കുട്ടിത്തമിഴ് വിട്ടുപോണേ. ഉയർന്ന വിദ്യാഭ്യാസം നേടിയ, ഉന്നത വിദ്യാഭ്യാസം നേടിയ, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള പരീക്ഷയിലെല്ലാം മികച്ച മാർക്ക് വാങ്ങിയ, 1-ാം ക്ലാസ്സോടെ പാസ്സായ, അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ ആദ്യം കാണുന്നത്. 10-ാം ക്ലാസ്സിൽ മുഴുവൻ A+, +2-ന് ഫുൾ A+. ഇതിനെല്ലാം കൊടുക്കുന്നതിന്, മൊമെന്റോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത്. അതിന്റെ അർത്ഥം എന്താ? ആ പെൺകുട്ടി ആ വാർഡിനെ പ്രതിനിധീകരിച്ചാൽ ആ വാർഡിനെ ഫുൾ A+ഓടെ നിലനിർത്താനാകുമെന്ന് തന്നെ. അതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. മികച്ച നിലയിൽ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഡോറിയ മരിയത്തിനെ വിജയിപ്പിക്കാൻ ആ വാർഡിലെ ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. 8-ാം വാർഡിൽ നമ്മൾ അലിയാരെന്ന് വിളിക്കും. അലിയാരെന്ന് വിളിക്കുമ്പോൾ വിചാരിക്കും കാക്കാനാണ്. അനിൽ കെ മോഹൻ എന്ന് പറയും. 7-ാം വാർഡിന്റെ മെമ്പറായിരുന്നു. 7-ാം വാർഡിന്റെ മെമ്പർ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി പരിശോധിച്ചാൽ ഈ 7-ാം വാർഡും 8-ാം വാർഡും ഒന്നും ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ സ്വാധീന ശക്തിയുള്ള വാർഡല്ല. അങ്ങനെയല്ല. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകൾ അത് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ തികച്ചും നിസ്വാർത്ഥതയോടെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിലാണ് അനിൽ കെ മോഹനെ 7-ാം വാർഡിൽ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നത്. ആ 7-ാം വാർഡിൽ നിന്നും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആ വാർഡിന്റെ മുഴുവൻ കാര്യങ്ങളിലും എല്ലാ സന്ദർഭത്തിലും ഏത് കാര്യത്തിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ ആ നാടിന്റെ ഒപ്പം നിന്നുകൊണ്ട് നാളിതുവരെ പ്രവർത്തിച്ച ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൊട്ടടുത്ത 8-ാം വാർഡിലേക്ക് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നത്. ആ 8-ാം വാർഡും അദ്ദേഹത്തെ ഏറ്റെടുത്തു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അനിൽ കെ മോഹനനാണ് 8-ാം വാർഡിലെ സ്ഥാനാർത്ഥി. 9-ാം വാർഡിൽ പ്രത്യേകം പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. 2 വട്ടം ഈ ഗ്രാമപഞ്ചായത്തിനെ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് പ്രതികരിച്ച വാർഡിലേക്കാണ് അദ്ദേഹം ചെല്ലുന്നത്. ആ ആത്മവിശ്വാസത്തിന്റെ കാര്യത ആ വാർഡിനെ ഇതിനു മുമ്പ് പ്രതികരിച്ച ആളാണ്. ആ ആള് അങ്ങോട്ട് വീണ്ടും മത്സരിക്കാനായി ചെല്ലുന്നത്. ഇവിടെ ചില ആളുകൾ മുമ്പ് മത്സരിച്ച വാർഡിലേക്ക് വോട്ട് ചോദിക്കാൻ പോലും ചെല്ലില്ല. ചെന്ന കാണാനുമില്ല, കൈവേറ് കിട്ടുന്നത് പേടിയാണ്. എന്നിട്ട് പറയുന്ന കൃത്യാന്തര ബാഹുല്യത്തിന്റെ കാര്യമാണ്. കൃത്യാന്തര ബാഹുല്യം ഉദാഹരണത്തിന് 1-ാം വാർഡിൽ നിന്ന് മുമ്പ് ജയിച്ചയാള് 1-ാം വാർഡിലേക്ക് വോട്ട് ചോദിക്കാൻ ചെല്ലില്ല. അതിനെക്കുറിച്ച് അവരെ ചെന്ന് വോട്ട് ചോദിക്കില്ല, വലിയ വികസനമൊക്കെ നടത്തിയെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയണ്ടേ എന്ന് ചോദിക്കുമ്പോ ഭയങ്കര തിരക്കാണ്, 14 മത്സരിക്കാൻ, അതുകൊണ്ട് പോകാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ ഭയങ്കര കൃത്യാന്തര ബാഹുല്യത്തിൽ ഏർപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ 7-ാം വാർഡിൽ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച
7ാം വാർഡിൽ നിന്ന് മുമ്പ് ജയിച്ച അനിൽ കെ മോഹൻ 8ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. അതിലും കൃത്യേന്ദ്ര ബാബുലിയുണ്ട്. ആ 7ാം വാർഡിൽ മുഴുവൻ വീടും അനിൽ കെ മോഹനെ കയറി. ധോറിയെ പരിചയപ്പെടുത്താനായി ആദ്യമേ ചെല്ലുന്നത് അനിൽ കെ മോഹനാണ് എന്ന് പറഞ്ഞിട്ട് ഇതാർക്കറിയുന്നേ. എന്താ കാരണം? തന്റെ കയ്യിരിപ്പ് നല്ലതാണ് എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചാൽ പോരാ, നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ കുറിക്കും. ആ കുറിപ്പ് അവിടെ ഉണ്ടെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 9ാം വാർഡിലേക്ക് മുമ്പ് ജയിച്ച മനക്കപ്പുറമ്പൻ ബാബു മനക്കപ്പുറമ്പൻ അങ്ങോട്ട് ആത്മവിശ്വാസത്തോടെ മത്സരിക്കാൻ വേണ്ടി ചെല്ലുന്നത് ഈ കയ്യിരിപ്പ് നല്ലതാണ് എന്ന ഉത്തമ ബോധ്യം കൊണ്ട് തന്നെയാണ്. 12 അഭിപ്രായത്തോട് നുണയെന്ന് പറയുന്നത് നമുക്ക് പോകാൻ പറ്റില്ല. ഒരു നുണയും പറഞ്ഞുകൊണ്ടാണ് ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് 12ാം വാർഡ് എക്സിക്യൂട്ടീവ് കാണാറ്. പക്ഷേ 9ാം വാർഡിൽ അത്ര കൃത്യമായി സത്യസന്ധമായി നേരോടെ നിരന്തരം ഇടപെട്ട് പ്രവർത്തിക്കുന്നയാളായി അത് ആ വാർഡിൽ ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ നിൽക്കുന്നയാളാണ് ബാബു മനക്കപ്പുറമ്പൻ. ബാബു മനക്കപ്പുറമ്പൻ ആ വാർഡിനെ വീണ്ടും പ്രതിനിധീകരിക്കും എന്ന നിലയിലേക്ക് ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും സംസാരിക്കുന്ന സാഹചര്യം തിരിച്ചു വന്നിട്ടുണ്ട്. 10ാം വാർഡ് ഞാൻ ആദ്യം പറഞ്ഞ സാഹചര്യം ചില ആളുകൾ ചോദിക്കുന്നത് ഈ 10ാം വാർഡിന്റെ ശൈലിക്ക് ഈ ജോസഫിനോടുള്ള ഡോക്ടറേറ്റ് ഇല്ല. ജോസഫിന്റെ ഡോക്ടറേറ്റ് പകുതി കീറി 10ാം വാർഡിൽ മത്സരിക്കുന്ന ജോസഫിന്റെ ഡോക്ടറേറ്റ് പകുതി കീറിയിട്ട് ശൈലിക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ കൊടുത്തേ. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അത് ജില്ലാ സെക്രട്ടേറിയറ്റ് മനസ്സിലാവും. PR മുരളീധരൻ ഞാൻ കൂടുതൽ ദീർഘമായി പോകുന്നില്ല. 10ാം വാർഡിൽ മത്സരിക്കുന്ന ശൈലി ആ വാർഡിനെ മുമ്പ് പ്രതികരിച്ചപ്പോൾ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും കണ്ണിലുണ്ണിയായി നിന്നാണ് പ്രവർത്തനത്തിൽ നിന്നിട്ടുള്ളത്. അനുഭവമാണ് സാക്ഷ്യം. അതിന്റെ ചിറകിലേറിയാണ്, ആ കരുത്തോടെയാണ് AKGP ആ വാർഡിനെ പ്രതികരിച്ചത്. ആ വാർഡിൽ AKGPയും ഈ ശൈലിയും കൂടിയാണ് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും പോകുന്നത്. ജിബിക്ക് തന്റെ വാർഡിൽ 10ാം വാർഡിൽ ഇറങ്ങിച്ചെല്ലാൻ ഒരു പ്രയാസവും ഇല്ലാത്തത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കയ്യിലിരിപ്പിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ചങ്കടപ്പ് പറഞ്ഞത് ആ ചങ്കടപ്പോടുകൂടി ചെറുതായിട്ട് പറഞ്ഞത്. 11ാം വാർഡിൽ ഞാൻ പറഞ്ഞു ജോസഫ് പ്രൊഫസറാണ്, ഡോക്ടറാണ്. ഇതൊന്നും അല്ല ഞങ്ങളുടെ കാര്യം. ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് പ്രൊഫസറോ ഡോക്ടറോ ആകുന്നതിനു മുമ്പേ തന്നെ അദ്ദേഹം ഈ സമൂഹത്തിനുള്ളിൽ നിരവധി കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുണ്ട്. ചില സംഗതിക്ക് പോയി കഴിഞ്ഞാൽ ആ ശരീരം മാത്രം പോകും. ഇല്ലേ? നമുക്കൊക്കെ അഭിപ്രായം, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷേ ഈ നാടിന്റെ പൊതുക്കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ ആയിരിക്കുന്ന കാലം മുതൽ കേന്ദ്രപിള്ളയുടെ അടുത്ത് കത്ത് വാങ്ങുന്നു. തിരുവനന്തപുരത്തിന് പോകാൻ പാർട്ടി രീതി അങ്ങനെയാണ്. കത്ത് വാങ്ങുമ്പോൾ കേന്ദ്രപിള്ള എഴുതി കൊടുക്കും. ഈ കത്തുമായി വരുന്ന ജോസഫ് നമുക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ്. ഒരു വേണ്ടപ്പെട്ടയാളല്ല, അത് ഭയങ്കര ഇല്ലേ. എന്നാലും എതിർപ്പെടും. എന്താ നാടിന് വേണ്ടിയിട്ടൊരു നുണ പറയണം. അന്നേരം വേണ്ടപ്പെട്ട ആളൊന്നുമല്ല. പക്ഷേ അയാൾ പോയി ആ കാര്യം നടപ്പാക്കും. ആ കാര്യം ഈ നാടിന് വേണ്ടിയിട്ടാണ്, ഈ നാടിനെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ തരത്തിൽ പൊതുപ്രവർത്തകരായി ഇടപെട്ടതാണ്. അതാണ് അയാളുടെ പ്രത്യേകത. നാളിതുവരെ
ഈ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെട്ട് 1 രൂപയുടെ അഴിമതി നടത്തിയെന്ന് ഈ നാട്ടിൽ ഒരാളും ആക്ഷേപം പറയാത്ത ആളാണ് ജോസ് അഗസ്റ്റിൻ. അതുകൊണ്ടാണ് UDFന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നയാളെ ഈ കസേരയെ കൊണ്ടിരുത്താൻ ഒരു മടി ഞങ്ങൾക്ക് ഉണ്ടാകാത്തത്. അദ്ദേഹം 12 അഡ്വക്കേറ്റ് ജോബി ജോസഫ് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, മത്സരമേ ഇല്ല. അത്തരത്തിൽ കാരണം എന്താ, കേരള കോൺഗ്രസിൽ ഈ സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അദ്ദേഹം വക്കീലാണ്, സാമൂഹിക ഇടപെടൽ നടത്തുന്നയാളാണ്, വിശേഷണങ്ങൾ ആവശ്യമില്ലാത്തയാളാണ്. അദ്ദേഹമാണ് 12 മത്സരിക്കുന്നത്. അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി വിജയിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യവും ആ വാർഡിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് ഞാൻ ഈ പറഞ്ഞ സാഹചര്യം കൊണ്ടാണ് ഉയർന്നു വരുന്നത്. 13 ഷിജോ മാധവൻ പടം നാണോ കൊണ്ടേറുന്നു ഒന്നുമല്ല, ആരെന്നാണ് ചോദിച്ചത്, ഞാൻ തന്നെ ശുദ്ധഭാവാണ്. ഏതു മനുഷ്യന്റെ കാര്യത്തിലും ലാഭേച്ഛയില്ലാതെ എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് എത്ര രൂപ പോകുന്നു എന്നുള്ള വിചാരം പോലുമില്ലാതെ ആരെയും സഹായിക്കാനുള്ള സന്മനസ്സുമായി ത്യാഗപരമായ മനസ്സോടെ ഇടപെട്ട് പ്രവർത്തിച്ച അനുഭവമുള്ളയാളാണ്, നല്ല ബോധ്യമുള്ളയാളാണ്. 13ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്നത് ഉജ്ജ്വല വിജയം നേടാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയയാളാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ സംഗതി M.Com കാരനാണ്, ഡിപ്ലോമ നേടിയിട്ടുള്ളയാള്. വേറെ ഏതാണ്ടൊക്കെ പോയി എന്തിനാണ് പോയി ഇപ്പം മറന്നുപോയി, കാരണം ആ കാര്യത്തിലൊന്നും അല്ല. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയ ആ ഷിജോ മാധവൻ ഉടനെ ജയിക്കേണ്ടതാണ്. 14 മേഴ്സിയാണ്. ഈ ടൗണിൽ ആ ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടടുത്ത് എല്ലാ സന്ദർഭത്തിലും ഉള്ളയാളാണ്. ആർക്കും ഏതു നേരവും സമീപിക്കാൻ കഴിയുന്നയാളാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിന്ന് പല മത്സരങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നയാൾ എന്ന നിലയിൽ സ്വീകരിക്കാൻ ഒരു മടിയും വേണ്ടാത്തയാളാണ്. ഈ വാർഡിനെ പ്രതിനിധീകരിക്കാൻ സാർ എന്തുകൊണ്ടും കാലൊന്നും പിടിക്കാൻ പോകില്ല. കാല് പിടിച്ച അപകടം. നിങ്ങൾക്കൊരു ചരിത്രം അറിയുക. മഹാത്മാഗാന്ധിയെ കൊന്ന നഥൂറാം വിനായകോട്ടെ ആദ്യം ചെയ്ത പണി എന്താണെന്ന് അറിയും? മഹാത്മാഗാന്ധിയുടെ കാലെ പിടിച്ചിട്ട് പൊങ്ങിയിട്ടാണ് ടിഷ്യൂ വെടിയിട്ടത്. 3 വെടി. അപ്പൊ കാല് പിടിക്കുന്നത് എന്തിനാണ് എന്ന് കണക്കാക്കിക്കോ. അതാണ് 14ാം വാർഡിലെ സ്ഥാനാർത്ഥി. ഇനി ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് 15ാമത്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് സെലീന അഗസ്റ്റിനാണ്. കഴിഞ്ഞ 10-15 കൊല്ലക്കാലമായി പുരുഷന്മാർക്കാണ് എന്നത്ര പരിചയമില്ലാത്തത്. ഈ പഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും കുടുംബശ്രീ രംഗത്തുള്ളവർക്കും നന്നായി അറിവുണ്ട്. ഇവിടെ ഇടപെട്ട് പ്രവർത്തിക്കുന്നയാളാണ്. ആ രംഗത്ത് കൃത്യമായി ക്ലാസ് എടുക്കാനും അതിന്റെ ഫാക്കൽറ്റി ഉണ്ടെന്ന നിലയിലും ഒക്കെ ഈ സമൂഹത്തിൽ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്നയാൾ. അവർ ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ നമ്മുടെ ഡിവിഷനെ പ്രതിനിധീകരിക്കാൻ സർവോദായോഗ്യയാണ്. സെലീന അഗസ്റ്റിനാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. മറ്റൊരു 2 ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന പുഷ്പയുണ്ട്. 1ഉം 2ഉം വാർഡിനെ പ്രതിനിധീകരിക്കുന്നത് ആയവന ഡിവിഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് അരിവാൾ നെൽക്കതിരാണ്. ഈ പറഞ്ഞ ബാക്കി സ്ഥാനാർത്ഥികൾക്ക് മുഴുവൻ ചിഹ്നം 10ഉം 13ഉം ഒഴികെ ബാക്കി മുഴുവൻ പേരുടെയും തെരഞ്ഞെടുപ്പ് അടയാളം ഉടയാണ്. 10ാം വാർഡിലും
അതുപോലെ തന്നെ 13-ാം വാർഡിലും ചുറ്റികാരിമാർ നക്ഷത്രമടയാളമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പൊള്ളുമില്ലാത്ത ഒരു സമ്പ്രദായം ഈ കല്ലൂർക്കാട് പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിലേക്ക് കടന്നു. അത് രാഷ്ട്രീയമാണ്, അത് പണമാണ്. അപകടം പണം വരുന്നതല്ല, അതിന്റെ പിന്നിലുള്ള ലക്ഷ്യമാണ് അപകടം. കച്ചവട താല്പര്യമാണ്. കച്ചവടക്കാരൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് അവന് ലാഭമുണ്ടാക്കാനാണ് എന്ന് തിരിച്ചറിയണം. അവന് ലാഭമുണ്ടാക്കാൻ ഈ നാടിനെ ഒറ്റിക്കൊടുക്കാൻ നിൽക്കുന്നവർ കനത്ത വില നൽകേണ്ടി വരും എന്നുള്ളത് ഏത് സമൂഹത്തിന്റെയും ചരിത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത്തരത്തിലുള്ള ആളുകൾ വലിയ പടഹധ്വനികളുമായി ഓരോ വാർഡിൽ ഈ 2 വാഹനങ്ങൾ വീതമിട്ട് നമ്മുടെ ചെകിടറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ, ആ കച്ചവടത്തെ ഈ നാട്ടിൽ നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അട്ടിയോടിക്കാൻ നമ്മൾ ഉണ്ടാകണം. ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രതിനിധീകരിക്കുന്ന ഈ പാവപ്പെട്ടവരെ, ഈ വിദ്യാഭ്യാസമുള്ളവരെ, ഈ അറിവും ശേഷിയുള്ളവരെ, അനുഭവ സമ്പത്തുള്ളവരെ വിജയിപ്പിച്ച് പഞ്ചായത്തിന്റെ ഭരണകാലത്തിൽ എത്തിക്കാൻ നിങ്ങൾ ഉണ്ടാകണം. ഉണ്ടാകുമെന്നുള്ള ഉത്തമ ബോധ്യമാണ് ഇന്നിവിടെ തടിച്ചുകൂടിയ ജനാവലി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.